ഈ മണപ്പള്ളിക്കാവ് GLP സ്കൂളിൽ ഇപ്പോൾ തന്നെ വോട്ടർമാരുടെ ഒരു നിര നമുക്ക് കാണാൻ കഴിയും. വോട്ടിംഗ് ആരംഭിക്കുന്നേ ഉള്ളൂ. ഏതാനും മിനിറ്റുകൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ വോട്ടിംഗ് ആരംഭിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ വോട്ടർമാരുടെ ഒരു നീണ്ട നിര നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 2 ബൂത്തുകളുണ്ട്. GLP സ്കൂളാണ്. ഇവിടെയാണ് 2 ബൂത്തുള്ളത്. ഇവിടെയാണ് ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യാൻ വരുന്നത്. ഏകദേശം 7:30 അദ്ദേഹം ഇവിടെ എത്തും. ചേട്ടാ, രാവിലെ നേരത്തെ തന്നെ വന്നു അല്ലേ? നേരത്തെ എത്തി. ആദ്യം വോട്ട് ചെയ്ത് പോകാനാണോ? അതെ അതെ. എന്താണ് പാലക്കാട് ഭയങ്കര വലിയൊരു പ്രചാരണമൊക്കെ ആയിരുന്നു, എന്താ തോന്നുന്നത്? കാര്യമായിട്ടൊന്നുമില്ല. എന്താണ് പറയാ? നമസ്കാരം. നേരത്തെ വന്നു, നേരത്തെ വോട്ട് ചെയ്ത് പോവാന്ന് പറഞ്ഞിട്ട് വന്ന. ഇത്തവണത്തെ വളരെ കടുത്ത മത്സരമുണ്ട്. വളരെ സ്ലെൻഡർ ആയിരിക്കും മാർജിൻ എന്തായാലും. അങ്ങോട്ട് വിവാദങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും വളരെ നന്നായിരുന്നു ഇത്തവണ. കുട്ടി കലാശവും ഗംഭീരമായിരുന്നു. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ മനസ്സിൽ വെച്ചാണ് വോട്ട് ചെയ്യുന്നത്? അല്ല, പൊതുവെയുള്ള നമ്മളുടെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് അല്ലേ. അപ്പോൾ കേപ്പബിലിറ്റിയും പെർഫോമൻസും നോക്കിയിട്ട്, പാസ്റ്റ് പെർഫോമൻസും നോക്കിയിട്ട് നമ്മളൊരു ജഡ്ജ്മെന്റ് ചെയ്യാന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് പറയാൻ പറ്റില്ല. അതെങ്ങനെ പറയാ? തെരഞ്ഞെടുപ്പ് ഒരു നിയോജക മണ്ഡലത്തെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല എന്നാണ് മൊത്തം വിലയിരുത്തുന്നത്. കാരണം ഒരുപക്ഷെ 2026 തിരഞ്ഞെടുപ്പിന്റെ ഒരു ട്രയൽ ആയിരിക്കുന്നതാണ്. തീർച്ചയായും ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അങ്ങനെ സംസ്ഥാനം ഒട്ടും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായും ഞങ്ങൾ ആ ആവേശത്തിലാണ് പാലക്കാട്ടുകാർ മുഴുവൻ. ചേട്ടനാണോ ആദ്യത്തേത്? അല്ല, ആണുങ്ങളിലാണ് ഞാൻ ആദ്യത്തെ. സ്ത്രീകൾ ആദ്യത്തെ മുമ്പ് സ്ത്രീകൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ആവേശത്തോടെയാണ്. ഔട്ട് ഓഫ് ഓൾ ദി ഇതൊക്കെ ഉള്ളതിൽ പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷനില്ല. 9-10 പേരാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരിതാണ്. ഒരുപാട് സ്പ്ലിറ്റിംഗ് ഓഫ് വോട്ട്സ് ഉള്ളതുകൊണ്ട് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഏതായാലും ഈ പാലക്കാട്ട് വോട്ടർമാരൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. കാരണം 1 മാസമായി നീണ്ടു നിന്ന വലിയ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും സ്ത്രീ വോട്ടർമാർ കൂടി രാവിലെ തന്നെ എത്തിയിരുന്നു. നേരത്തെ എത്തിയില്ലേ? 6 മണിയാകുമ്പോൾ എത്തി. വലിയ ആവേശത്തിലാണ്. പാലക്കാട് മാത്രം ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ന് പാലക്കാട് മാത്രമാണ് വിധി എഴുതുന്നത്. അതെ. വലിയ ആവേശമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അത് പറയാൻ പറ്റില്ല. അത് ജനങ്ങളുടെ വിധിയല്ലേ. നേരത്തെ എത്തി അമ്പലത്തിലേക്ക് വന്നു. അങ്ങനെ ഒന്ന് തൊഴുതിട്ട് വോട്ട് ചെയ്തിട്ട് പോവാ പറഞ്ഞിട്ട് വന്ന. എന്താണ് അമ്മൂമ്മ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അമ്പലത്തിൽ വന്ന് തൊഴുതായി. അപ്പൊ നേരത്തെ വന്ന് വോട്ടിട്ടിട്ട് പോവാന്നിട്ട് വന്നു. ആദ്യത്തെ അമ്മയാണോ? നിക്കാൻ പറ്റില്ല. ഫസ്റ്റ് വോട്ടാണ് അമ്മ. എപ്പോ എത്തി? 6 മണിയാകുമ്പോ 6 കഴിഞ്ഞു എത്തി. 6:10 എത്തി. 6:10 തന്നെ എത്തി. 7 മണിക്ക് വോട്ടിംഗ് ആരംഭിക്കുള്ളൂ. പക്ഷെ 6:10 എത്തി. തിരക്കിൽ നിക്കാൻ വയ്യാതെ പിന്നെ തലചുറ്റലുണ്ടായി. അപ്പൊ തലചുറ്റിട്ട് എന്തിനാണ് വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും 7 മണിയാവും. ഇതാണ് പാലക്കാട്ട് വോട്ടർമാരുടെ ഒരു ഇതാട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? വയ്യായൊക്കെ ഉണ്ട്, തലചുറ്റലൊക്കെ. ചിലപ്പോ ഇങ്ങനെ നിൽക്കുമ്പോ കുറെ നേരം നിൽക്കുമ്പോ ഒരു തലചുറ്റലുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും അതൊന്നും വോട്ടിങ്ങിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കുന്നതല്ല. ഏതായാലും ആവേശത്തോടു കൂടിയുള്ളൊരു വോട്ടെടുപ്പാണ്. കാരണം പാലക്കാട്ട് 1 മാസത്തെ പ്രചാരണവും അതിന്റെ കോലാഹലങ്ങളും വിവാദങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നവരാണ് ഇവർ. അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും വിധിയെഴുത്തുവരെ. ഇപ്പോഴും ഈ 2 ബൂത്തിലും ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയാം. 7 മണിക്ക് വോട്ടിംഗ് ആരംഭിക്കും. അപ്പോൾ തന്നെ നിരവധി പേർ ഈ ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരുടെയും നിര നമുക്ക് കാണാം. രാവിലെ തന്നെ നല്ല പോളിംഗ് രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് ഈ ബൂത്തുകളിലെ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണുന്നത്. ഗോകുലാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മാധു കൂടിയുണ്ട്. മാധു, ഈ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ചൂരും ആവേശവും ഒക്കെ രാവിലെ തന്നെ ഈ വോട്ടർമാരിൽ കാണുന്നുണ്ട് എന്ന് തോന്നുന്നു. നിൽക്കുന്നിടത്തും വലിയതോതിൽ ആളുകൾ എത്തുകയാണോ? ഈ പ്രചാരണം ആളുകളെ ഒരുപാട് സ്വാധീനിച്ചുവെന്ന് തോന്നിയോ അവിടെ പോയപ്പോൾ? രതീഷ്, ഇവിടെ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കും. കുറച്ച് പേർ, 4-5 പേർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. രാവിലെ ജോലിക്ക് പോകേണ്ടവരും മറ്റും ഒക്കെയായി 4-5 പേർ മാത്രമാണ് ഈ 3 ബൂത്തുകളിലേക്കും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ തന്നെ പാലക്കാടിനെ ഇളക്കി മറിച്ചൊരു പ്രചാരണ കാലം തന്നെയായിരുന്നു. അത് കൃത്യമായും ഇതിൽ പ്രതിഫലിക്കും എന്നുള്ളത് തന്നെയാണ്. ഈ വോട്ടിംഗ് ശതമാനത്തിലധികം പ്രതിഫലിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോഴും അവരും പറയുന്നത് അത് തന്നെയാണ്. ഏറ്റവും വലിയ ശക്തമായ ഒരു
പോളിംഗ് ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് അവർ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും രാവിലെ എത്തിയ ആളുകൾ വളരെ ചുരുക്കമാണ്. നമുക്ക് പക്ഷേ 7 മണിയോടെ അടുത്ത് ഇവിടെ ധാരാളം ആളുകൾ എത്തും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. 3 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്തേക്ക് ആളുകൾ എത്തും. ഇവിടെ ഏതാണ്ട് 10,000-ഓളം വോട്ടുകളുണ്ട് ഈ മേഖലയൊന്നാകെ, മൂത്താന്തറ വടക്കന്തറ മേഖലകളിലൊക്കെ ആയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ വോട്ടുകൾ എന്ന് പറയുന്നത് UDF-ഉം ഒപ്പം BJP-യും ഒരേപോലെ കണ്ടുവെക്കുന്ന വോട്ടുകളാണ്. ആ വോട്ടുകളിൽ എന്ത് മാറ്റം വരും എന്നുള്ളത് പാലക്കാടിൻ്റെ മേഖലയെ തന്നെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ തന്നെ സ്വാധീനിക്കുന്നതാണ് എന്നുള്ള ഉറപ്പിക്കുന്ന പ്രദേശം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മേഖലയാണ്. അധികം ആളുകൾ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. 5-6 പേർ മാത്രമാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ 7 മണിയോട് അടുപ്പിച്ചത് ധാരാളം പേർ വന്ന് തുടങ്ങിയിരിക്കുന്നു. നമുക്ക് കാണാൻ കഴിയും. ആദ്യം ഇവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും മാത്രമൊക്കെയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ 7 മണിയോട് അടുപ്പിക്കുന്ന സമയത്തേക്ക് ധാരാളം ആളുകൾ എത്തി തുടങ്ങുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും എന്നാണ് കരുതുകയും ചെയ്യുന്നത്.